I'm ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായി ടെക്സസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് എനിത്തിങ് അബൌട്ട് എവറിത്തിങ് എന്ന എപ്പിസോഡിൽ ഒരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. എൻ്റെ കൂടെ ഉള്ള ഒരു കൊച്ചുമിടുക്കനാണ് സഞ്ജയ്. ഇന്ന് രാവിലെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ വീടിനടുത്താണ് ഇവൻ്റെ വീട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായിട്ട് അമ്മയെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു കൊച്ചുമിടുക്കൻ ചെടികൾക്കൊക്കെ വളരെ കരുതലോടെ വെള്ളം ഒഴിക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു, ചെടിയൊക്കെ കട്ട് ചെയ്യുന്നു. ഞാൻ ഓർത്തൊരു ഇത്രയ്ക്ക് നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഈ പയ്യനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. ഞാൻ ഇങ്ങോട്ട് വന്ന് അവനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ അച്ഛമ്മയ്ക്ക് ഒരു പരാതി, അവൻ എല്ലാ കാര്യങ്ങളിലും മിടുക്കനാണ് ഒന്നൊഴിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? പഠിത്തത്തിൽ ഒഴിച്ച്. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി അവനോട്, എല്ലാ കാര്യത്തിനും മിടുക്കനായ പയ്യന് പഠിത്തത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണമല്ലോ. അപ്പൊ ഞാൻ അവന്റെ വീടിനകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ കണ്ടതാണിത്. ഇതിലും ഉണ്ട്, ഭിത്തിയിലെല്ലാം പടങ്ങളാണ്. അവന് വളരെ വിഷമമുണ്ട്. അവന്റെ വീട് ഇപ്പം പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ അവന്റെ പല സാധനങ്ങളും അവന് നഷ്ടപ്പെട്ടു പോയി. ഇച്ചിരിയൊക്കെ ഫംഗ്ഷനൊക്കെ കുറവ് വന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ വീട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് ഒന്നും ചെയ്യാൻ അവന് പറ്റിയിട്ടില്ല. പിന്നെ അവന്റെ ഭിത്തിയിലൊക്കെ ഒത്തിരി പടങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു പോയി. അതിൽ അവന് വിഷമമുണ്ട്. ഇനി സമയമുണ്ട് ചെയ്യാനായിട്ട്. ഇത് നോക്ക്, ഇത് എനിക്കറിയത്തില്ല എന്ത് പറയണത്. ഫിസിക്സ് ലാബാണോ, ബയോളജി ലാബാണോ, കാർ ഷോറൂം ആണോ, എന്താണെന്ന് അറിയില്ല. ആകെ ഒരു മഹാ അത്ഭുതം. ഓക്കെ, മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? യു പി സ്കൂൾ മാന്നാന. ഇപ്പൊ എത്ര നാൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? 2 വർഷം കൊണ്ട് ചെയ്ത. 2 വർഷം കൊണ്ട് ഇങ്ങനെ പലതും ഉണ്ടാക്കാൻ തുടങ്ങി. അതിനു മുമ്പ് മോൻ പടമൊക്കെ വരയ്ക്കുമായിരുന്നോ? പടം എന്ത് പടമായിരുന്നു കൂടുതലായിട്ട്? എനിക്ക് വെഹിക്കിൾസിന്റെ പടം. മറ്റു പടങ്ങളൊക്കെ വരയ്ക്കുവോ? ഇതിനോടാണ് കൂടുതൽ. അപ്പൊ ഇതെങ്ങനെ ഇതിനോടുള്ള ഇതെല്ലാം പഠിക്കുന്നത് എങ്ങനെയാ? അത് കുഞ്ഞുനാളില് ഞാൻ ആദ്യമേ ഒരു പടം വെച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നി. അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കാൻ തോന്നി. അപ്പം ഭംഗിയായിട്ട് കട്ട് ചെയ്യേണ്ടടുത്തെല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഒരു തവണ പേസ് ബോർഡിൽ ചെയ്ത് നോക്കിയപ്പം ഇതായിട്ട് കിട്ടി. സ്കൂളിൽ മത്സരം ഉണ്ടായിരുന്നോ? ആദ്യമേ ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയത്, അപ്പൊ നന്നായിട്ട് കിട്ടി. പിന്നെ ഒട്ടിക്കാനൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലെ ആവശ്യത്തിനൊക്കെ ഷിപ്പും പ്ലെയിനും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇവന് ഉണ്ടാക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാല് ഖരമാർഗം, ജലമാർഗം, വായുമാർഗം എല്ലാ വാഹനങ്ങളും ഉണ്ടാകും. അത് പുതിയതായിട്ട് 3ഉം കൂടെ കലർന്ന് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഇല്ല. അത് മനസ്സിലുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം? ഇങ്ങനെ വാഹനം ഇങ്ങനെ കരയിൽ കൂടെ പോകും, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ പോകും, പിന്നെ കടലിൽ കൂടെ പോകും, അങ്ങനെ 3 in 1 ആയിട്ട് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ഐഡിയ ഉണ്ട് മനസ്സിൽ. ഇതുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതെന്തുവാ? ടൂറിസ്റ്റ് ബസ്, ട്രെയിലർ ട്രക്ക്, ഗാരേജ് ഒക്കെ എവിടുന്നാ മോൻ പഠിച്ചത്? ഇവിടെ ആർക്കെങ്കിലും ഗാരേജ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ കാണുമ്പം എവിടെ ഈ ഗാരേജ് ഒക്കെ ഉള്ളതെന്നറിയാമോ? ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങളിലൊക്കെ ഗാരേജ് ഉള്ളതാന്നറിയാമോ? അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വലിയ വലിയ കാറൊക്കെ കയറ്റുന്ന ഗാരേജ്, എനിക്ക് കുറെ കുഞ്ഞ് ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ കാർസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതിനൊക്കെ ഇടാൻ വേണ്ടി ഇതിനു വേണ്ടി ഞാൻ മോന്റെ കാറൊക്കെ കയറ്റി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഓക്കെ, മോന്റെ ടോയ് കാറൊക്കെ കയറ്റി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ ആന്റി കണ്ടിട്ടുള്ളത് അമേരിക്കയിലേ ഉള്ളു. വീടുകൾക്കൊക്കെ ഇങ്ങനെ ഗാരേജ് ഉണ്ട്. പിന്നെ അതെന്തുവാ ആ സാധനം? വിൻഡ്വില്ല്. ഇതെല്ലാം ഇത് ഉപയോഗിച്ച് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഇതിന് ചെയ്യാൻ പറ്റില്ല, കണ്ടെയ്നർ ഒന്നും പറ്റില്ല. ഓക്കെ, ഇത് എന്താ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്, വിൻഡ്മില്ലുണ്ട്, ലങ്സ് ഉണ്ട്, ഗാരേജ് ഉണ്ട്, ഇത് ടൂറിസ്റ്റ് ബസ്സും ട്രക്കും ഉണ്ട്. പിന്നെ ഇതെന്തുവാ? ഫാൻ ഉണ്ട്, സീലിംഗ് ഫാൻ. ഇതൊക്കെ ഒന്ന് പ്രവർത്തിച്ച് കാണിക്കാമോ? ഇത് ലെങ്സ് ആണോ? അതായത് ശ്വാസകോശം സ്പഞ്ച് പോലെ. ഓക്കെ, അടിപൊളി. ഇത് ഗാരേജ്. ഇതിനൊക്കെ സ്കൂളില് മത്സരത്തിനും എല്ലാം പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് പറഞ്ഞിട്ടില്ല, അറിയത്തുള്ളൂ. ഇപ്പൊ മത്സരത്തിന് ഉണ്ടാക്കിയതാ, പ്രൈസ് ഇതുവരെ അറിഞ്ഞില്ല. ഇത് ഗാരേജ്. ഇത് പൊങ്ങും. ഇനി നമുക്ക് ഈ ബാറ്ററി
ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ച് താഴും. കാണിച്ചേ. വെരി ഗുഡ്. പിന്നെ ഇത് വിൻഡ് മില്ല് വർക്ക് ചെയ്യുമോ? ഇതെല്ലാം വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വീട് മാറിയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സീലിംഗ് ഫാൻ. അത് കുഴപ്പമില്ല. നമുക്കിപ്പം എല്ലാം മാറിയതിന്റെ എല്ലാം വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെയാണ് ഇവനോട് വന്ന് പറയുന്നത്. ഇപ്പം 2 മണിക്കൂർ കൊണ്ട് അവനിതെല്ലാം എടുത്തൊന്ന് പൊടി തെറ്റി വെച്ചതേ ഉള്ളു. അതുകൊണ്ട് ചില സാധനങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഉപയോഗിക്കാതിരിക്കുമായിരുന്നു. പുതിയ വീട്ടിലോട്ട് മാറിയപ്പോ എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൂറിസ്റ്റ് ബസ് വർക്ക് ചെയ്ത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതാ ഉള്ളിലോട്ട് വന്ന് ടൂറിസ്റ്റ് ബസ് സ്റ്റാർട്ടാക്കാൻ പോകുന്നു. നമ്മുടെ ടൂറിസ്റ്റ് ബസ് മന്ദമായിട്ട് പോകുന്നു. നമ്മൾ അങ്ങോട്ടാ പോണേ? ഓക്കെ, നമുക്ക് മൂന്നാറിലോട്ട് പോകാം. അച്ഛമ്മ പറഞ്ഞ നേരാണ്. പഠിത്തം എങ്ങനെയുണ്ട് നമ്മുടെ? പഠിത്തം എല്ലാത്തിനും പാസ്സാവും, എന്നാലും ഫുൾ മാർക്കൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല. ഫുൾ 6ാം ക്ലാസ്സിലാണ്. ഫുൾ മാർക്കൊന്നും ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്. ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏത് വിഷയമാണ് പഠിക്കാൻ ഇഷ്ടം ഏറ്റവും? എനിക്ക് മാത്സും ഇംഗ്ലീഷും. ഏത് വിഷയമാണ് ഇഷ്ടം മോന്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് ഒരിക്കലും നിരുത്സാഹപ്പെടല്ല. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അമ്മനറിയാലോ, ഇതൊക്കെ ആർക്കെങ്കിലും മോന്റെ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ നീ വളരെ പ്രത്യേകതയുള്ളതാണ്. നിന്റെ പ്രത്യേകത അനുസരിച്ച് പക്ഷെ നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അപ്പൊ പഠിക്കാനുള്ള നമ്മൾ പഠിക്കണം, എല്ലാ വിഷയത്തിനും ജയിക്കണം, കഴിവതും നല്ല മാർക്ക് മേടിക്കണം. ക്ലാസ്സിൽ 1 നിർബന്ധമൊന്നുമില്ല. 1 അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് തോറ്റാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തോൽവിയിൽ നിന്നാണ് വിജയം. എന്നും നമ്മളിങ്ങനെ 1ാം ക്ലാസ് മേടിച്ച് പോയാൽ ആകെ ബോറിംഗ് അല്ലേ? ഒരു പ്രാവശ്യം ഒന്ന് തോറ്റിട്ട് പിന്നെ 1ാം സ്ഥാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ തോൽവി അറിയണം, വിജയം അറിയണം. ജീവിതത്തിൽ നമ്മൾ തോൽവി അറിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒത്തിരി തോൽവികൾ വരും. അന്നേരം ഇപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ 1-2 വിഷയത്തിനൊക്കെ തോറ്റാലും അമ്മ കേൾക്കണ്ട, തോറ്റാലും കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രാവശ്യം തോറ്റ് എന്നും തോക്കല്ല്. ഒരു വിഷയം അടുത്ത പ്രാവശ്യം അപ്പൊ അതിന്റെ ഇരട്ടി മാർക്ക് മേടിക്കണം. ഈ തോൽവിയിൽ നിന്ന് കൂടുതൽ ഊർജം, കൂടുതൽ മാർക്ക് മേടിക്കണം. പിന്നെ മോൻ കേട്ടിട്ടുണ്ടോ നോ? നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡോർ ടു ഓപ്പൺ. അതായത് ABJ അബ്ദുൽ കലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡ് അത് എപ്പോഴും. നോ മീൻസ് നെക്സ്റ്റ് ഡോർ ടു ഓപ്പൺ. അതായത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുക, മോൻ എവിടെയെങ്കിലും ഒരു മത്സരത്തിന് പോയി, കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ല, അത് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം അതിലും നന്നായിട്ട് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ അത് ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും കിട്ടാൻ പോണത്. ഇപ്പൊ നമുക്ക് എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് കിട്ടിപ്പോയാൽ നീ തന്നെ ഒരു ബോറിങ്ങാ. സമയത്ത് ഈ പ്രാവശ്യം കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം കിട്ടി, ഈ പ്രാവശ്യം കിട്ടിയില്ല. ഓരോ പ്രാവശ്യം കൂടുതൽ ഊർജത്തോടെ നമ്മൾ ചെയ്യും. പിന്നെ കഴിഞ്ഞ എക്സിബിഷന് ഞാൻ ഇത് ഉണ്ടാക്കാൻ അന്ന് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ ഇതിന് സമയം എടുത്തു. ഇതിന്റെ ബോഡി വർക്ക് എല്ലാം കൂടി ഇത് 2 മാസങ്ങൾ എടുത്ത്. അപ്പം കഴിഞ്ഞതിന് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ തവണ ഇതിന് കൊണ്ടുപോയത്. ഇതാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി. എത്ര നാൾ എടുത്തിട്ടുണ്ടാക്കാൻ? 2 മാസം. 2 മാസം എടുത്ത്. സാധനങ്ങൾ വാങ്ങാനും ഇതൊക്കെ പശയൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെ സമയം എടുക്കും. ആരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത്? അച്ഛാ. ആരാ ഇതിന്റെ ഐഡിയ? നീ മോൻ തന്നെ പറയും ഇന്ന സാധനം വേണം, ഇന്ന സാധനം വേണോ? ഞാൻ തന്നെ പറയും. എന്നിട്ട് അച്ഛൻ വാങ്ങിച്ചു തരും. എന്നിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നത്? അച്ഛൻ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് എത്ര സമയം എടുക്കും? അതിന് ഒരു രാത്രി. ഒരു രാത്രിയോട് ഉണ്ടാക്കിയതാണ്? അത് സ്കൂളിലേക്ക് വേണ്ടി ചെയ്തായിരുന്നു. പക്ഷെ ഒരു സിറ്റി സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സിറ്റി ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിലിപ്പോ ക്രെയിനും വെഹിക്കിൾസ് എല്ലാം ഞാനും ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാക്കിയതായിരുന്നു. പക്ഷെ ഇതെല്ലാം വന്നപ്പോൾ അതിന് ഇത് വെക്കാനുള്ള ഇടയില്ല. പിന്നെ ടീച്ചർ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് കിട്ടിയത് തന്നെ കൊണ്ടുപോകണമായിരുന്നു. ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്ത്. ആണല്ലേ? ഒരു രാത്രി ഉണ്ടാക്കിയ കൊച്ചുമിടുക്ക. പിന്നെ നമ്മുടെ വിൻഡ് മില്ല് ഇതിന്റെ കൂടെ ഉണ്ടാക്കിയതാ. എല്ലാം ഉണ്ടാക്കിയതാ. ഫാനും ലങ്സ് ഉണ്ടാക്കാൻ എന്താ പ്രചോദനം? ഇതെല്ലാം വെഹിക്കിൾ ആണല്ലോ. ലങ്സ് വേറെ ഒരെണ്ണാണല്ലോ. അത് ചെയ്യും സിമ്പിൾ ആയിട്ട് തോന്നിയത് അങ്ങ് ചെയ്തേ ഉള്ളു. ഓക്കെ. സയൻസിനോട് താല്പര്യമുണ്ടോ? ബയോളജി ഒക്കെ ആണല്ലേ? സയൻസ് ആണ് ഇഷ്ടം. ഈ മോന് പടം വരയ്ക്കാനായിട്ട് വളരെ സ്പീഡും ഭയങ്കര കഴിവുമുണ്ട്. ഞാൻ ഇവന്റെ അച്ഛമ്മയോടും അമ്മയോടും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്
വിതിൻ നോ ടൈം മേ ബി ഒരു 30 മിനിറ്റ്സ് 15 to 30 മിനിറ്റ്സ് കൊണ്ട് അവൻ കുറേ പടങ്ങൾ വളരെ വേഗം വരച്ചെനിക്ക് തന്നു. അത് ഞാനിതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇത് ട്രെയിലറ്, ഇത് കാർഡ്ബോർഡും കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ടയറ് മറ്റേ ടേപ്പില്ലേ അതിന്റെ ടേപ്പിന്റെ അകത്തെ സാധനം. ഇത് വിടിപ്പിക്കാൻ പറ്റും. വണ്ടി വേറെ കണ്ടെയ്നർ വേറെ ആക്കാവുന്ന രീതിയിൽ അങ്ങനെ വിടിപ്പിക്കാൻ പറ്റും അല്ലേ? വണ്ടി വേറെ ചിലപ്പോ അങ്ങനെ ഓടിക്കാറുണ്ട്. പിന്നെ ഇത് ഓടിക്കാവുന്ന രീതിയിലല്ല, ജസ്റ്റ് നമ്മൾ വെക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ വേണ്ടെന്ന് അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ടി എടുത്തല്ലേ? എന്തായാലും ആന്റിക്ക് ട്രക്കിലൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റും. ഇഷ്ടം എന്ന് വെച്ചാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു ഗോൾ ഉണ്ടാകണം. എനിക്ക് ജീവിതത്തിൽ ഇന്നതൊക്കെ, നമുക്കിപ്പം അതൊക്കെ മാറാം. ഇങ്ങനെ എല്ലാവർക്കും ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, അങ്ങനെയൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ജീവിതത്തിലൊരു എനിക്ക് ഇന്നത് നേടണം, എനിക്ക് എന്തെങ്കിലും നേടണം, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സമൂഹത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയല്ല, നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നല്ല നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളും നല്ല നന്മ ചെയ്യുന്ന ഒരു പൗരനുമായിട്ട് വളർന്നു വരണം. മോൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ചോദിക്കാൻ? ഇല്ല, എല്ലാം ഓക്കെ അല്ലേ? അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഐ ആം സീയിങ് എ brilliant, bright, successful scientist in you. ഓക്കെ, നമ്മുടെ നാടിനും നാട്ടുകാർക്കും നമ്മുടെ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂടായിട്ട് നല്ലൊരു ഫ്യൂച്ചർ മോനുണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ മോനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ടൈം.